മണിയാശാൻ്റെ വിടുവായിത്തരം പലപ്പോഴും അദ്ദേഹത്തിന് തന്നെ വിനയായിട്ടുണ്ട്. ബെല്ലും ബ്രേക്കും ഇല്ലാതെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ചു പോവും. ഇങ്ങനെ വിളിച്ചു പോകുന്നതിനൊന്നും മറ്റുള്ളവർ മറുപടി പറയാറില്ല എന്ന് കരുതി എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ടോ മണിയാശാന്? പലപ്പോഴും പാർട്ടി തന്നെ ഈ വികട വർത്തമാനങ്ങൾക്ക് വിലങ്ങിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇടുക്കിയിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനും മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യനുമെതിരെ അധിക്ഷേപ വാക്കുകളുമായി രംഗത്ത് വന്നിരിക്കുക. ഡീൻ കുര്യാക്കോസ് ഷണ്ടനാണെന്നും PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നുമാണ് മണിയാശാൻ തുറന്നടിച്ചത്. അനീഷ് രാജേന്ദ്രൻ അനുസ്മരണ ചടങ്ങിലാണ് മണിയാശാൻ വാ തുറന്നത്. ഇപ്പോൾ അതേ പൗഡറൊക്കെ പൂശി ഒരാളുടെ ഫോട്ടോ വച്ചിട്ടുണ്ട്. ഡീൻ ശബ്ദിച്ചു. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. ശബ്ദിച്ചിട്ടുണ്ടോ? ഈ കേരളത്തിന് വേണ്ടി, നാടിനു വേണ്ടി പ്രസംഗിച്ചോ? എന്തു ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക. പൗഡറും പൂശി ബ്യൂട്ടി പാർലറിൽ കയറി പടവും എടുത്ത് നടക്കുന്നു. ജനങ്ങൾക്കൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാതെ നടക്കുന്നു. ഷണ്ണന്മാരെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊക്കെ അനുഭവിച്ചു. പിന്നെയും വന്നിരിക്കുക. ഞാനിപ്പോൾ ഒലത്താമെന്ന് പറഞ്ഞ് ഇപ്പോൾ നന്നാക്കും. നീതിബോധമുള്ളവരാണെങ്കിൽ കെട്ടിവെച്ച കാശ് കൊടുക്കാൻ പാടില്ല എന്നാണ് MM മണി ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറഞ്ഞത്. ഇടുക്കി മുൻ MP PJ കുര്യനെതിരെയും അധിക്ഷേപ പരാമർശം നടത്തി. PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നാണ് മണി വിശേഷിപ്പിച്ചത്. വിദേശികളെ ചുമക്കുകയാണ് ഇടുക്കിക്കാരെന്നും ആകെയുള്ള സ്വദേശി LDF സ്ഥാനാർത്ഥി ജോയിസ് മാത്രമാണെന്നും മണിയാശാൻ പറഞ്ഞു. ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കരുതെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് മണിയുടെ തൂക്കുവാലം പ്രസംഗം. 2012 മെയ് 25 മണക്കാട് നടന്ന ഒരു പൊതുയോഗത്തിൽ മണി നടത്തിയ 1, 2, 3 പ്രസംഗം ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ മുമ്പും വിവാദമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും പാർട്ടി മണിയാശാന് മൂക്കുകയറിട്ടില്ലെങ്കിൽ പണി പാളും.